ആരും നേര് പറയുന്നില്ല. അവിടെ എന്തോ നടക്കുന്നുണ്ട്. കാലം പഴയതല്ല. രാജ്യത്തിൻ്റെ നിലവറയിൽ കാളിയുണ്ട്, കരിങ്കാളി, തേറ്റയുണ്ട്, നഖമുണ്ട്, തീവാളുണ്ട്, തീരാ കോപമുണ്ട്. ബംഗാളിൽ നിന്നൊരു വാർത്തയുമില്ല. അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആരൊക്കെയോ കൊല്ലുന്നുണ്ട്. KG ശങ്കരപ്പിള്ളയുടെ കവിതയാണിത്. പ്രശസ്തമായ ബംഗാൾ. ഈ കവിതയോട് കാലം പറയുന്നു. ബംഗാളിൽ നിന്ന് വാർത്തകളുണ്ട്, അസ്വാസ്ഥ്യജനകമായ വാർത്തകൾ. നഗരത്തിലെ ലോ കോളേജിൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗം ചെയ്യപ്പെടുന്നു. കേസ് അന്വേഷിക്കുന്ന പോലീസ് സർക്കാരിന് വേണ്ടി ഉഴപ്പി എന്ന് ആരോപണം, സമ്മർദ്ദവും വിമർശനവും. അതോടെ പ്രത്യേക അന്വേഷണ സംഘം, ഭരണപാർട്ടിയുടെ യുവജന നേതാവടക്കം അറസ്റ്റിൽ. അതോടെ മറ്റൊരു കാര്യം കൂടെ വെളിപ്പെട്ടു. പ്രതികളുടെ ക്രിമിനൽ ഹിസ്റ്ററി. ലൈംഗിക കുറ്റകൃത്യങ്ങൾ നേരത്തെയും ചെയ്തിട്ടുള്ളവരാണവർ. ക്യാമ്പസിലെ മറ്റ് വിദ്യാർത്ഥിനികൾ ഇപ്പോഴാണത് വെളിപ്പെടുത്തിയത്. പ്രതികൾ കാരണം പലരും പഠനം ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. മുഖ്യപ്രതിയായ ഭരണപാർട്ടി നേതാവ് മനോജിത് മിശ്രയാണ് വില്ലൻ. ഈ വാർത്തയിലൂടെ ഭീതിതമായൊരു ക്രൈം സിൻഡിക്കേറ്റ് വെളിപ്പെടുകയാണ്. ബംഗാളിലെ സൗത്ത് കൊൽക്കത്ത ലോ കോളേജിലുണ്ടായ അതിക്രമത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മമതയുടെ നാട്ടിൽ നിന്ന് ഒരു വർഷത്തിനിടെ രാജ്യത്തെ ഞെട്ടിപ്പിച്ച രണ്ടാമത്തെ ബലാത്സംഗ കേസ്. RG കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയ്ക്ക് 1 വർഷം തികയാൻ 1 മാസം മാത്രം ബാക്കി. ഇന്ത്യയിലെമ്പാടും വലിയ പ്രതിഷേധമുയർന്ന സംഭവം. മാസങ്ങളോളം പ്രതിഷേധം ജ്വലിച്ചു കൊൽക്കത്തയിൽ. ഇപ്പോൾ ഒരു നിയമ വിദ്യാർത്ഥിനി കൂടി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. വീരപരിവേഷമുള്ള വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന ബംഗാളിലെ ക്രമസമാധാനം ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് ചുരുക്കം. തൃണമൂലിൻ്റെ മുൻ വിദ്യാർത്ഥി നേതാവ് മനോജിത് മിശ്ര, പ്രദീപ് മുഖർജി, സയ്യിദ് അഹമ്മദ്, ഈ പ്രതികൾ ഇതേ ക്യാമ്പസിൽ നേരത്തെയും ലൈംഗിക പീഡനം നടത്തിയവരാണ്. ഈ കേസിന്റെ കാര്യത്തിലും ഗൂഢാലോചന നടന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വിദ്യാർത്ഥിനിയെ ഇവർ നോട്ടമിട്ടിരുന്നു. മാനേജ്മെന്റുമായി ബന്ധമുള്ള സുരക്ഷാ ജീവനക്കാരനാണ് കേസിലെ 4ാം പ്രതി. RG കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറെ കൊന്ന കേസിലെ പ്രതി ആശുപത്രിയിൽ സുപരിചിതനായ ഹെൽത്ത് വളണ്ടിയർ ആയിരുന്നു. പാതിരാത്രി ഡ്യൂട്ടിക്കിടെ റെസ്റ്റ് റൂമിൽ കയറിയാണ് അന്ന് യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്നത്. ലോ കോളേജിലുണ്ടായ അതിക്രമത്തോടെ പലരും പേടിച്ച് പുറത്തു പറയാതിരുന്നവ തുറന്നു പറയാൻ തുടങ്ങി. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. മമതാ സർക്കാർ മറുപടി പറയേണ്ട വിഷയമാണിത്. വിദ്യാർത്ഥിനികളെ ക്യാമ്പസിനുള്ളിൽ ലൈംഗികമായി ഉപദ്രവിക്കും. ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയ ശേഷം ബ്ലാക്ക്മെയിൽ ചെയ്ത് പീഡനം ആവർത്തിക്കും. ഇതാണ് പ്രതികളുടെ രീതി. പോലീസ് തന്നെ പറയുന്നു. ജൂൺ 25 നടന്ന കൂട്ടബലാത്സംഗത്തിൻ്റെ വീഡിയോ ക്ലിപ്പും പ്രതികൾ പങ്കിട്ടിരിക്കാം എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. സംഭവത്തിൽ ഏതായാലും പ്രതിഷേധ ജ്വാല ഉയരുകയാണ് ബംഗാളിൽ. സമ്പൂർണ്ണ ക്രമസമാധാന തകർച്ചയാണെന്ന് മമതാ ബാനർജി രാജിവെക്കണമെന്നും ആദ്യം ആവശ്യപ്പെട്ടത് മമതയുടെ പഴയ വലങ്കൈ ശുഭേന്ദു അധികാരി തന്നെ. BJPയിലെത്തി പ്രതിപക്ഷ നേതാവായി മാറിയ ശുഭേന്ദു. കൂട്ടബലാത്സംഗ കേസിലെ പരാതി ഒതുക്കാൻ ശ്രമം നടക്കുന്നുവെന്ന സംശയം കേന്ദ്ര വനിതാ കമ്മീഷൻ ഉന്നയിച്ചു കഴിഞ്ഞു. പോലീസ് എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നു. കമ്മീഷൻ അംഗം അർച്ചന മജുംദാർ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ സഹകരിച്ചില്ല കമ്മീഷനോട്. കന്യാ സുരക്ഷാ യാത്ര എന്ന പേരിൽ BJPയുടെ കൊൽക്കത്ത മാർച്ച്, വ്യാപക പ്രതിഷേധങ്ങൾ. ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിലടക്കം പ്രധാന കലാലയങ്ങളിലെല്ലാം പ്രതിഷേധം അണപൊട്ടുകയാണ്. ഇതെല്ലാമാണിപ്പോൾ ബംഗാളിൽ നടക്കുന്നത്. സ്വന്തം പാർട്ടിക്കാരനാണല്ലോ പ്രതി. അതോടെ നേതാക്കളുടെ ന്യായീകരണ വാസന ഉണർന്നു. മമതാ സർക്കാരിനത് പാരയായി. തൃണമൂൽ നേതാവും MP യുമായ കല്യാൺ ബാനർജി
MLA-യും മുൻ മന്ത്രിയുമായ മദൻ മിത്ര. ഇരുവരും ഇരയെ പരിഹസിച്ച് വിവാദത്തിലായി. സംഭവം നടന്ന സ്ഥലത്തേക്ക് എന്തിനാണ് പെൺകുട്ടി ഒറ്റയ്ക്ക് പോയത് എന്നാണ് മദൻ മിത്ര ചോദിച്ചത്. കേസിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് അഭിഭാഷകനായ സത്യം സിംഗ് രാജ്പുത് സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി നൽകിയിട്ടുണ്ട്. ഇരയെ അപമാനിക്കൽ പക്ഷേ നേതാക്കൾ തുടരുകയാണ്. പരാതി സ്ഥിരീകരിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ലൈംഗികാതിക്രമം നടന്ന ജൂൺ 25-ന് കോളേജിലെ മുറിയിലേക്ക് വിദ്യാർത്ഥിനിയെ നിർബന്ധിച്ച് കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യമാണത്. പരീക്ഷാ ഫോം പൂരിപ്പിക്കാനെത്തിയ ആദ്യ വർഷ വിദ്യാർത്ഥിനിയാണ് കൂട്ടബലാത്സംഗം ചെയ്തത്. RG കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്നപ്പോൾ പ്രതിക്ക് വധശിക്ഷ വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധജാഥ നടത്തിയവനാണ് ഈ കേസിലെ മുഖ്യപ്രതി മനോജിത് മിത്ര. വിചിത്രമായ അസ്വാസ്ഥ്യജനകമായ കാര്യങ്ങളാണ് ബംഗാളിൽ നിന്ന് വരുന്നത്. ബംഗാളിൽ നിന്നും വാർത്തകളുണ്ട്.